നവജാത ശിശുക്കളുടെ അസ്ഥിക്കൂടങ്ങളുമായി യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി സ്വദേശി മുല്ലയ്ക്കൽ പറമ്പിൽ അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിനെ ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ആമ്പല്ലൂർ നെന്മണിക്കര സ്വദേശി ഭവിൻ്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ ഞായറാഴ്ച പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2021 ആദ്യ പ്രസവം. കുട്ടി പ്രസവത്തിൽ മരിച്ചു. മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ഭവിൻ്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിൻ്റെ വീട്ടിലെത്തി. ഭവിൻ്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ഭവിനാണ്. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ഭവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത്. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും. അർദ്ധരാത്രി ശനിയാഴ്ച അർദ്ധരാത്രി 12:30 ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. സംസാരത്തിൽ നിന്ന് മദ്യപിച്ചായിട്ട് തോന്നി. നമ്മുടെ പോലീസിനടുത്ത് വന്നിട്ട് അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അയാളുടെ ബാഗിൽ അയാൾ പറയുന്നു ഇത് രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട്. എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ബന്ധത്തിൽ 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. 2 കുട്ടികൾ മരണപ്പെട്ടതാണ്. ആ കുട്ടികളുടെ സ്കെലറ്റനാണിത്, അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. അപ്പോൾ പെട്ടെന്ന് പോലീസ് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതുകൊണ്ട് പോലീസ് അമ്പരന്നു. പോലീസിനെ കള്ളു കുടിച്ചിട്ട് ഇയാൾ പറയുന്നത് നോക്കി. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പോലീസിന് ബോധ്യമായി. ഇവൻ കള്ളു കുടിച്ചിട്ട് പറയുന്നത് മാത്രമല്ല, എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായിട്ട് പോലീസ് അപ്പം തന്നെ അവർ CI അറിയിച്ചു, DYSP അറിയിച്ചു. രാത്രി തന്നെ എന്നെ വിളിച്ചു. 12:45 1 മണിക്കകത്ത് എനിക്ക് 12:30 കോൾ വന്നു. 12:45 എനിക്ക് കോൾ വന്നു. അപ്പോൾ ഞങ്ങളത് അയാളാ പറഞ്ഞ ഭാഗം രാത്രി തന്നെ വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ മദ്യവെച്ച് പറയുന്ന ആൾ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനെ തിരിച്ചു മറിച്ചൊക്കെ പറയുമല്ലോ. രാത്രി തന്നെ CIയും DYSPയും അത് വാർത്ത വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. അയാൾ പറയുന്ന ഭാഗം എല്ലാം വെരിഫൈ ചെയ്ത് ഞങ്ങൾക്ക് രാവിലെയോടെ ബോധ്യപ്പെട്ടത് 2 കുട്ടികൾ മരണപ്പെട്ടു.